everyone, it's Milichus Kochikari Chaiti. Up there in the Ninganoki and Ikuchuto, Rivard, one day, arrange the Teguan. Full on one day, Alinglu, Ivataya and Duba, Umbina and Dubeka down payment at one day, Ningle the American, and the number Ninga one day like a Terinaricum. Up there in the number Korsa, the Mandela Conda and Cheria Vandigal under Analumatiashum, Korchavelli Vandigal, or hatchback Vandil Namkoda available. So, we will keep I don't buy it in the channel. Subscribe to upload videos. Videos in notification. So, we will video. Now, we details. SA used to Arsha, ഒരു പാട് അന്നൊരു 25000 രൂപ 50000 രൂപ ഫുൾ ഫിനാൻസിൽ വരെ എടുക്കാൻ പറ്റിയ വണ്ടികളൊക്കെ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം തന്നെ പരിചയപ്പെടുത്തുന്നത് ഈ കാണുന്ന റെനോൾട്ട് ഡസ്റ്റർ ആണ്. ഇത് നിങ്ങൾക്ക് 25000 രൂപ ഡൗൺ പേയ്മെന്റിൽ എടുക്കണോ അല്ലെങ്കിൽ ഫുൾ ഫിനാൻസിൽ എടുക്കണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാട്ടോ. അപ്പോൾ അർഷാദ് എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസിൽ വരുമ്പോൾ 2013-14 ആണ് വണ്ടി വരുന്നത്. ഡീസൽ സെക്കൻഡ് ഓണർ 1,39,000 ഓടിയിട്ടുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെയില്ല. ഓക്കെ, വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ 3 ലക്ഷം രൂപയാണ്. 3 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന റേറ്റ്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പൈസയൊന്നും ഇല്ല, ഇപ്പൊ നിങ്ങൾക്ക് ഡൗൺ പേയ്മെന്റ് ആയിട്ട് അടക്കാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഫിനാൻസിൽ എടുക്കാം. നല്ല ട്രാക്ക് വേണം കേട്ടോ, നല്ല കസ്റ്റമർ പ്രൊഫൈലും ട്രാക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഫിനാൻസിൽ എടുക്കാം. അല്ലെങ്കിൽ ഒരു 25000 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വണ്ടി ഫിനാൻസിലിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് എപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ മാരുതി സുസുക്കി സ്വിഫ്റ്റ്. ഈ സ്വിഫ്റ്റിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ അർഷാദേ, ഇതിന്റെ ഹോൺ ഒരു വെറൈറ്റി അല്ലേ? താക്കോലില്ലേ? നോക്കട്ടെ. എങ്ങനെയുണ്ട് ഈ ഹോൺ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇത് മാത്രല്ല, ഹോൺ മാത്രല്ല, ബാക്കിൽ ഒരു കിഡിലൻ സ്പോയിലർ ഒക്കെ വരുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, നല്ല കിഡിലെ സാധനം വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് അർഷാദ് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് വരുമ്പോ പെട്രോൾ 86,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മോഡൽ 2009 മോഡൽ. 2009 മോഡലാണ്. 2029 വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഒരു 3-5 വർഷത്തേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കണ്ട. ഓക്കെ. പിന്നെ നമുക്ക് വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ 1,75,000 രൂപയാണ്. 1,75,000 രൂപയാണ് ചോദിക്കുന്ന റേറ്റ്. ഫിനാൻസും കാര്യങ്ങളൊന്നും അവൈലബിൾ ആയിരിക്കില്ല അവിടെ. നമ്മൾ ചില വണ്ടികളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ പോലും ആൾക്കാർ ഇടക്കിടക്ക് ചോദിക്കാറുണ്ട്. അതെന്നാൽ ഒരു 2010 മുമ്പുള്ള വണ്ടികൾക്കൊന്നും നമുക്ക് ഫിനാൻസ് കിട്ടത്തില്ല. ചില വാഹനങ്ങൾക്ക് മാത്രമാണ്. എന്നാൽ 2012-13 വണ്ടികൾക്കൊക്കെ നമുക്ക് ചില ഫിനാൻസ് ടീം ഫിനാൻസ് കൊടുക്കാറുണ്ട്. ഈ പറഞ്ഞ 2010 മുമ്പുള്ള വണ്ടികൾക്കൊന്നും ഫിനാൻസ് നമുക്ക് കിട്ടില്ല. അപ്പൊ അത് ആരും അത് എടുത്ത് ചോദിക്കണ്ട കേട്ടോ. റെഡി ക്യാഷ് കൊടുത്ത് നിങ്ങൾ ഈ കാണുന്ന വണ്ടി എടുക്കണം. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു വണ്ടിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്, നമ്മുടെ ആൾട്ടോയാണ് കേട്ടോ. എങ്ങനെയാണ് അർഷാദ് ഇതിന്റെ ഡീറ്റെയിൽസ്? 2013 മോഡൽ സിംഗിൾ ഓണർ LXA ആണ് വണ്ടി വരുന്നത്. 92,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും തന്നെയില്ല. നമുക്ക് വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ 1,75,000 തന്നെയാണ്. 1,75,000 സ്വിഫ്റ്റിന്റെ അതേ പ്രൈസ് തന്നെയാണ് ഈ കാണുന്ന ആൾട്ടോയെ. ഇത് മോഡൽ ഏതായിരുന്നു? 2013 വണ്ടി. നമുക്ക് ചെറിയൊരു ഡൗൺ പേയ്മെന്റ് എടുക്കാൻ പറ്റില്ല. 25 രൂപ അടുത്ത് ഡൗൺ പേയ്മെന്റ് മതി. 25,000 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ബാക്കി ഫിനാൻസ് ഇട്ട് വണ്ടി എടുക്കാവുന്നതാണ്. അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വോക്സ്വാഗൺ ടൈഗൺ ആണ് കേട്ടോ. ഇത് എന്താ പറയാ, ഒരു മിക്കവരും എനിക്ക് തോന്നുന്നു ഒരു കുറച്ചും കൂടി ഒരു സ്പോർട്ടി ഒരു എങ്ങനെ പറഞ്ഞതിനൊന്നും എനിക്കറിയാൻ പാടില്ല. എന്നാൽ പോലും പൊതുവേ വോക്സ്വാഗന്റെ വാഹനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു കേപ്പബിലിറ്റിയും സ്റ്റെബിലിറ്റിയും ഒക്കെ കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് 2022 വണ്ടിയാണ്. പിന്നെ ടൈഗൂൺ ഹൈലൈൻ ആണ് വേരിയന്റ് വരുന്നത്. 1 ലിറ്റർ അല്ലേ? 1 ലിറ്റർ TSI. 1 ലിറ്റർ TSI. ഓക്കെ ഓക്കെ. ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ സിംഗിൾ ഓണർ. വെറും 15,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി. കമ്പനി വാറന്റി നമുക്ക് 2027 വരെ കമ്പനി വാറന്റിയും ഉണ്ട്. സർവീസ് പാക്കേജും ഉണ്ട് 2027. ടയറും കാര്യങ്ങളൊക്കെ 80% മേലുള്ള ടയറും കാര്യങ്ങളും. എത്രയാണ് ഇത് പ്രൈസ്? എത്ര ചോദിക്കുന്നത്? 10,50,000 ആണ്. 10,50,000 ചോദിക്കുന്നത്. ഇത് നമുക്കൊരു 1 lakh ഒക്കെ അടച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും? 50,000 മതിയാവും. 50,000 മതി. ഞാൻ അത്രയും റേറ്റ് പറഞ്ഞപ്പോ ഞാൻ ഏകദേശം ഒരു 1 lakh ഒക്കെ അടക്കേണ്ടി വരും എന്നാട്ടോ വിചാരിച്ച. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന വണ്ടി എടുക്കാം കേട്ടോ. അടുത്ത നമ്മൾ നിസാൻ മാഗ്നൈറ്റ് ആണ് പരിചയപ്പെടുത്തുന്നത്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? 2024 വണ്ടിയാണ്. ടെർബോ നമ്മുടെ മാനുവൽ വണ്ടിയാണ്. XV എന്ന് പറയും വേരിയന്റ്. സിംഗിൾ ഓണർ. 20,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. 20,000 കിലോമീറ്റർ. കമ്പനി വാറന്റി നമുക്ക് 2029 വരെ ഉണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെയില്ല.
മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന വണ്ടിയാണ്. എത്രയാണ് ഇതിന് ചോദിക്കുന്നത്? ഇതിന് 7,25,000 രൂപയാണ് ചോദിക്കുന്ന റേറ്റ്. ഇതും ഒരു 50,000 ആ റേഞ്ച് എടുത്താണ് അല്ലേ? ഓക്കെ 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നിസാൻ മാഗ്നറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അടുത്തത് വന്നിട്ട് ഇത് നമുക്ക് ഫുൾ ഫിനാൻസിൽ കൊടുക്കാൻ പറ്റുമോ? ഫുൾ ഫിനാൻസ് നമുക്ക് ഫിനാൻസ് കിട്ടൂല. 11 വണ്ടിയാണ്, ക്ഷമിക്കണം. ടൊയോട്ട എറ്റിയോസ് ആണ്. നമുക്ക് 2011 ആയതുകൊണ്ട് ഫിനാൻസ് കിട്ടത്തില്ല, റെഡി ക്യാഷ് എടുക്കേണ്ടി വരും അല്ലേ? ഓക്കെ, എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? സിംഗിൾ ഓണർ 57,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അതും കമ്പനി സർവീസ് ഉള്ളത്. ഓക്കെ, പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ? ഓക്കെ, വണ്ടി നല്ല അടിപൊളിയായിട്ട് നല്ല നിങ്ങൾ പോളിഷ് ചെയ്തിട്ടുണ്ടാണോ? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നല്ല ക്ലീൻ, നല്ല തിളങ്ങി നിൽക്കണ വണ്ടി. എത്രയാണ് ഇത് പ്രൈസ് ചോദിക്കുന്നത്? ചോദിക്കണ 2,25,000 രൂപ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് റെനോൾട്ട് ക്വിഡ് ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് വരുമ്പോ സിംഗിൾ ഓണർ 30,000 കിലോമീറ്റർ 2020 വണ്ടിയാണ്. RXL എന്ന് പറയും വേരിയന്റ്. RXL കട്ട് ഒരു ഫുൾ ലോൺ തന്നെ കിട്ടും. ഫുൾ ലോൺ എടുക്കാൻ പറ്റുമോ? ഒരു 380 രൂപ ചോദിക്കുന്നത്. 380 ആണ് ചോദിക്കുന്ന പ്രൈസ്. 3,80,000. ഓക്കെ, നമുക്ക് ഫുൾ ലോണിൽ എടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ പോലെ നല്ല കസ്റ്റമർ പ്രൊഫൈലും ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഫിനാൻസിൽ എടുക്കാം കേട്ടോ. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകുന്നു, വേണമെങ്കിൽ ഞെട്ടാനായിട്ടൊന്നും ഇല്ല, എന്നാലും പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. വേറെ 25,000 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുന്ന ഹോണ്ട സിറ്റി ആണ് കേട്ടോ. എങ്ങനെയാണ് 2015 മോഡൽ ഫുൾ ഓപ്ഷൻ. അത് ഓട്ടോമാറ്റിക് ആണ്, സൺറൂഫ് കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. നമുക്ക് സെക്കൻഡ് ഓണർ ആണ്. 70,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയേക്കുന്നത്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓട്ടോമാറ്റിക് ആണ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, അതുപോലെ തന്നെ പാഡിൽ ഷിഫ്റ്റ് എല്ലാം വരുന്നുണ്ട്, സൺറൂഫ് ഒക്കെ വരുന്ന വണ്ടിയാണ്. എത്രയാണ് ചോദിക്കുന്ന പ്രൈസ്? 6,25,000 രൂപയാണ് ചോദിക്കുന്ന റേറ്റ്. വെറും 25,000 രൂപ ഡൗൺ പേയ്മെന്റ് മതിയിട്ട് ഈ വണ്ടി നിങ്ങൾക്ക് എടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. ലാസ്റ്റ് ആയിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഹ്യുണ്ടായി സാൻഡ്രോ ആണ്. ഇത് ഇപ്പൊ വന്ന വണ്ടിയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ എടുത്തോണ്ടോന്നല്ലേടാ, അവസരിക്ക് ഇപ്പൊ എടുത്തോണ്ടുന്ന വണ്ടിയാണ്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? എങ്ങനെയാണ്? ഇത് വരുമ്പോ 2018 മോഡല് സാൻഡ്രോ AMT ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അത് സ്പോർട്സ് എന്ന് പറഞ്ഞ വേരിയന്റിലാണ് വരുന്നത്. ഓക്കെ, ഇപ്പോ നിലവിൽ സെക്കൻഡ് ഓണർ 70,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ എത്രയാണ് പ്രൈസ്? എത്രയാണ് ഇത് നമുക്ക് ചോദിക്കണമെന്ന് പറയുമ്പോൾ 360 ആണ്. 360. ഓക്കെ, ഒരു 50,000 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി എടുക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ ആയിട്ട് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് കേട്ടോ. സ്ക്രാച്ചിലൊന്ന് പെയിന്റ് പോയിട്ടുണ്ട്. അതാണ് വണ്ടി ഇപ്പൊ നോക്കിയിട്ട് ഞാൻ കണ്ടത്, അതാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ കഴിഞ്ഞു, നമ്മൾ വണ്ടി കഴിഞ്ഞ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മൾ കാണിച്ചിരിക്കുന്ന ഈ വണ്ടികളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്മുടെ SA യൂസ്ഡ് കാർസിന്റെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. എന്റെ നമ്പർ കൊടുക്കണോ? കൊടുത്താൽ മതി. ഓക്കെ, നമ്മുടെ അഫ്സലിക്കയുടെ നമ്പറാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇന്ന് നമ്മൾ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒക്കെ വണ്ടിയുടെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം എന്തായാലും നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വളർന്നു വരുന്ന ഒരു കുഞ്ഞു വ്ളോഗറാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. HM മോട്ടോഴ്സ് അല്ലേ? H മോട്ടോഴ്സ് എന്നാണ് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. എല്ലാവരും ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക അല്ലേ? പറയണ്ട? ഇല്ല. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.